പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്, ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്, ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഈ 10-40 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് കരയുവേ, അച്ഛാ ദുബായിലെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിനാണ് ഇപ്പോൾ 8 പ്രാവശ്യം എടുത്തച്ച, എന്നിട്ട് തോറ്റുപോയി. കാര്യം അവർ നമ്മൾ പറയുമ്പോൾ ഞാനതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നറിയാം, അയാളുടെ ഭാര്യ, അവരുടെ കടങ്ങൾ, അവരുടെ പെൺകുഞ്ഞുങ്ങൾ, അവരുടെ പഠിത്തം, ഇങ്ങനെ കുറേ കാര്യം ഞാൻ ചിന്തിക്കും. കാര്യം ചിലപ്പോൾ ആ ഒറ്റ ഡ്രൈവിങ്, ആ വളയം കൊണ്ടായിരിക്കണം തിരിച്ചാണ് ഈ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാനാണെങ്കിൽ അത് കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് പട്ടാങ്ങി പറയും, കർത്താവേ, ഈ മനുഷ്യന് സ്വസ്ഥയില്ലാത്തതാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട. ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്, ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപയെന്ന് ദൈവം അത് ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്നറിയാവോ?
നമ്മളുടെ പരാധീനതകളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കതിൽ വിശ്വാസം. അതാണ് ഉടമ്പടിയിൽ ഒത്തിരി പേര് ഉടമ്പടിയുടെ കാമ്പറിയാവുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. കാമ്പും കാതും അറിയാൻ പറ്റാത്തവർ ഇപ്പോഴും ഇരുട്ടി തപ്പറുണ്ട്. കാമ്പറിയാവുന്നവരെല്ലാവരും രക്ഷപ്പെടും. കാര്യം അത് ആ ഒരു കറക്റ്റ് ഫോർമുലയാണല്ലോ. അതിനപ്പം ഇനി ആർക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനൊക്കെ വലിയ ഫോർമുല ദൈവമായിട്ട് റിലേഷനിൽ വരാൻ വേണ്ടി. അപ്പം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ പറ്റിയ അടയാളം കിട്ടാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള സംഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരൊറ്റ കൈ വന്ന നിങ്ങൾ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള റിലേഷൻ വരുമ്പോൾ ടെമ്പർ റിലേഷൻസ്, എൻ്റെ മക്കളെ എനിക്ക് തോന്നണത് ടെമ്പർ റിലേഷൻസ് നമുക്ക് എല്ലാവരുമായിട്ട് സാക്ഷ്യം, പ്രത്യേകിച്ച് ഈ മലയാളികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വലിയ റിലേഷൻസ് ഒന്നുമുള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ യൂസ് ആൻഡ് ത്രോ അല്ലേ. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കബിളായി അത് കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന് അവരുമായിട്ടുള്ള അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കറണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് അക്കൗണ്ടാണ് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് ഒരു ശാശ്വതമായ റിലേഷൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നോക്കിയാൽ മതി. നിങ്ങൾ വർഷങ്ങളോളം എല്ലാവരെയും നിങ്ങൾ ഉടനെ അക്കൗണ്ട് കൊണ്ടുവരും. പക്ഷേ എത്ര പേര് അക്കൗണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചില അക്കൗണ്ടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഡെഡാണ് അല്ലേ. വാട്സപ്പിലെ കുറേ അക്കൗണ്ടുകൾ 2-3 കൊല്ലമായിട്ട് ആരെയും വിളിക്കാത്ത കേസുണ്ട്. നിങ്ങൾക്ക് ആ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു വർഷത്തിൽ. 3 കൊല്ലമായിട്ടൊക്കെ ഒരു അക്കൗണ്ടിന് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് തുടങ്ങണേ എന്തിനാ? പക്ഷേ ഈ മലയാളിയുടെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ടെമ്പററി എല്ലാം അവർ ഒരു ആദ്യത്തെ ആവേശത്തിന് കയറി അക്കൗണ്ട് ആക്കും. പിന്നെ അവിടെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവർ അക്കൗണ്ട് യൂസ് ചെയ്യത്തില്ല. അത് ഡെഡ് അക്കൗണ്ട് ആവും. ഞാനത് എൻ്റെ മക്കളോട് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡെഡ് അക്കൗണ്ട് ദൈവവുമായിട്ട് നമുക്ക് പറ്റത്തില്ല. ഉടമ്പടി ചില ആൾക്കാരുടെ അക്കൗണ്ട് ഡെഡായിരിക്കണതിൻ്റെ കാരണം അതാണ്. അവർക്ക് ടെമ്പർ റിലേഷൻസേ ഉള്ളൂ. ദൈവവുമായിട്ട് നമുക്ക് ഒരു ഡെഡ് അക്കൗണ്ട് പറ്റത്തില്ല. കാര്യം അക്കൗണ്ട് ആക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഡെഡാണെന്നറിയാം. അപ്പോൾ തന്നെ ആരുടെയെങ്കിലും ഉടമ്പടി അക്കൗണ്ട് ഡെഡായി പോയിട്ടുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ അത് പുതുക്കി ദൈവമായിട്ട് ആ പഴയ പ്രസരിപ്പിനും പ്രവർത്തനത്തിലും ഒക്കെ വരണം. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ചില സമയത്ത് ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യാനും ഒരു ആന്തരിക അഭിഷേകം വരണം. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നമ്മൾ പറയണതും പറയാത്തതും ചെയ്യേണ്ടതും ഭാവി ചെയ്യേണ്ടതും എല്ലാം കണക്ക് കൂട്ടിയാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. ഭയങ്കര രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒരു നോ യൂസ് ആയിരിക്കും. പക്ഷേ കർത്താവ് കരുതി കൂട്ടി നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ കർത്താവ് അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കാണാം. ഞാനീ ദൈവമായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ സത്യം അതാണ്. അത് നമ്മുടെ അപ്പനെയും പറ്റത്തില്ല, അമ്മയ്ക്കും പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ദൈവം ഒരു മസ്റ്റാണ് ശരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതിന് തന്നെ ഇതെല്ലാം ഈശോ അറിഞ്ഞോട്ട് ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞ് ഈശോ വെച്ചിരിക്കണം. മത്തായി 7:12 മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന്, നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നോ നീ അത് അങ്ങോട്ട് ആദ്യം ചെയ്യുക എന്നാണ് ഈസ് ലോഡ്. മറ്റുള്ളവർ ആദ്യം വന്ന് ക്ഷമ പറയട്ടെ എന്ന് ആണ് നീ ആഗ്രഹിക്കുന്നത്. അത് നീ ആദ്യം പോയി ക്ഷമ പറ, നീ ക്ഷമിക്കേ. മത്തായി 5:23 അതാ പറയണം. നീ ബലിപീഠത്തിൽ വരുമ്പോൾ നിനക്ക് ദേഷ്യമുള്ളവരോടില്ല, നിന്നോടായിരിക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പോയി രമ്യപ്പെടുക എന്ന. നിന്നോടായിരിക്കും വേണമെങ്കിൽ ദേഷ്യപ്പെടാം, അത് ന്യായം ഉണ്ടാകാം, അന്യായമായിട്ട് ദേഷ്യപ്പെടാം, പക്ഷെ നീ പോയാണ് രമ്യപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് ബോധപൂർവം ചെയ്യണം. നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ ജീവിതം തീർന്നു പോകും, ജീവിതം മൊത്തം നിറയിക്കും, ഒരു സമാധാനം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ് എപ്പോഴും. അത് ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ്. എന്താണ് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കണം. ദൈവാരാധന എന്താണ്? ഇതിൻ്റെ ഒരു മെത്തേഡാണ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പിന്നെയും ഈ സാത്താൻ കൊണ്ടുവന്നിട്ട് വെറുപ്പ് നമ്മളേക്ക് ഇടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് അവൻ്റെ മരുന്നാണ്. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ആയുധമാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ധകാരത്തിലാണ്. എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് ദൈവാനുഭവം കിട്ടില്ല, ദൈവത്തെ കാണാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നത് മൊത്തം തിന്മയാണ്. അപ്പോൾ ഇത് എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കുക. ദൈവത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ദൈവാരാധന. ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക. എല്ലാ കാലത്തും എല്ലാ സമയത്തും എപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആദി പിതാവിനോട് പറഞ്ഞത്, ഈ നന്മ തിന്മ തിരിച്ചറിയുന്ന മരത്തിരുന്ന് നീ ഫലം കഴിക്കരുത്. നന്മ തിന്മ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ അറിയാം. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഈ തീരുമാനം എടുക്കാം, ഈ തീരുമാനം എടുക്കണ്ട, എൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കാം, ഇത് പഠിപ്പിക്കേണ്ട, ഇപ്പോൾ കടം വാങ്ങിച്ച് ഈ പ്രശ്നം തീർക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പലതും നന്മ തിന്മ തിരിച്ചറിയുന്ന പഴം കഴിച്ചിരിക്കാം. അതാണ് കുഴപ്പം. അത് കളയണം, അത് ശ്രദ്ധിച്ച് കളയണം ആ പഴം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ഒരു കാര്യത്തിന് അപ്പോൾ സംരക്ഷണത്തിലിരുന്ന് പുറത്തേക്കായി. ആരാധനയില്ല, ദൈവ ഓർമ്മയില്ല. നമുക്കെപ്പോഴും ആരെക്കുറിച്ചാണ് ഓർമ്മ? നമ്മളുടെ ശക്തിയിൽ നമുക്ക് ആശ്രയിച്ച് നമ്മൾ നിൽക്കുക. ഞാൻ കാശുണ്ടാക്കണം, കുറേ പൈസ ബാങ്കിലുണ്ടെങ്കിലേ നടക്കൂ. അവസാന കാലത്ത് എനിക്ക് ആരും സഹായത്തിന് ഉണ്ടാകില്ല, അതിനുവേണ്ടി ഞാൻ കാശ് ചേർക്കുക. ബാങ്കിലുണ്ടാകണം, ബാങ്ക് ബാലൻസ് ഉണ്ടാകും. നീ അവസാന കാലത്ത് നീ ഉണ്ടാവുകയില്ല എന്ന് നിനക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് കണ്ടമാനം വലിയ വീട് വയ്ക്കും, 2 നിലയൊക്കെ വയ്ക്കും,
രണ്ടാമത്തെ നിലയിലേക്ക് നിനക്ക് നടന്ന് കയറാൻ പറ്റുമെന്ന് നിനക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. പടി കയറാൻ പറ്റില്ല, പടിയിൽ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആ വീട്, ആ അപ്പുറത്തെ വീട്, നീ ദൈവത്തേക്ക് ആശ്രയിക്കുക. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നിനക്കെന്ത് ആവശ്യമുണ്ട്, നീ എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണമെന്ന് എനിക്കറിയാം. അത് ലൂക്ക 12:22 12:7 പറയാം, നിൻ്റെ ഓരോ മുടിതാരം ഞാൻ എണ്ണിയിരിക്കുകയാണ്. അത്രയ്ക്ക് കരുതലാ ദൈവത്തിന്. നീ ചിന്തിക്കരുത് ഒന്നിനും, എല്ലാ ദൈവത്തിനും അങ്ങോട്ട് വിട്ടുകൊടുക്കുക. എങ്ങനെയാണ് ആശ്രയിക്കുക, ദൈവത്തെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം? അത് 2-3 ബൈബിൾ നോക്കുമ്പോൾ പത്രോസ് ആശ്രയിച്ച പോലെ ദൈവം, ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വന്നപ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടായി. ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വന്നപ്പോൾ അപ്പോൾ പത്രോസ് ആദ്യം പേടിച്ച് പിന്നെ കാണുമ്പോൾ ഈശോ ആണെന്ന് അറിഞ്ഞിട്ട് പത്രോസ് പറയും, ഞാനും കൂടി നടക്കട്ടെ ഈശോയെ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും വാ എന്ന് പറയും. അപ്പോൾ ഈശോനെ നോക്കി നടക്കുമ്പോൾ നടക്കാൻ സാധിച്ച്. കുറച്ച് കഴിഞ്ഞ് പേടിക്കുമ്പോഴത്തേക്കും മുങ്ങിപ്പോകാൻ തുടങ്ങി. മുങ്ങിപ്പോയാലും പത്രോസിന് വളർന്നത് ജനിച്ചതെല്ലാം കടലിലാണ്. അങ്ങേക്ക് നീന്താൻ അറിയില്ലേ? ആ വഞ്ചി ഇത്രയും അടുത്താണ് ഉള്ളത്, ഈശോയെ അടുത്തുള്ളത്. അവിടെ നിന്ന് ഒച്ചയെടുക്കും, ഈശോയെ എന്നെ രക്ഷിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളുടെ കഴിവിലില്ല വിശ്വസിച്ചത്. അയാൾക്ക് നീന്താൻ അറിയാം, അയാൾ മരിക്കുകയില്ല. വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും അയാൾ പൊങ്ങിക്കിടന്നോളും. എന്നിട്ടും കരഞ്ഞതെന്താ? എനിക്ക് എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആശ്രയിച്ച് നിൽക്കുന്ന, ഇപ്പം നമ്മളെ മക്കൾ നമ്മളെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ, ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ സങ്കടപ്പെടും, കരച്ചിലായി, ബഹളമായി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ കാര്യത്തിലേ സങ്കടം പാടുള്ളൂ. എഴുതി വെച്ചു, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടും. എൻ്റെ ദൈവത്തിനെ എനിക്ക് കാണണം. എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അകന്നുപോയി. എനിക്കതാണ് എൻ്റെ ജീവിതത്തിലെ ദുരിതം, ഉത്കണ്ഠ, വേറൊന്നുമില്ല. അതാണ് ആശ്രയം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നിനെക്കുറിച്ചും ബുദ്ധിമുട്ടില്ല. മക്കൾക്ക് അയ്യോ ഭക്ഷണം കിട്ടിയില്ലോ, വെള്ളം കിട്ടിയില്ലോ, പാല് കിട്ടിയില്ലോ ഒന്നില്ല കരച്ചൽ. അമ്മയെ കണ്ടില്ല കരച്ചൽ. ഉറങ്ങി എണീക്കുമ്പോൾ അമ്മയെ കണ്ടില്ലെങ്കിലോ കരച്ചൽ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കണം. നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത്. അതേപോലെ വിധവയുടെ ദൈവം വിധവ കാഴ്ച ഇടുന്നത് 2 നാണയമാണ്. അവളുടെ ജീവിതത്തിൽ അവൾ ഉണ്ടാക്കിയതെല്ലാം ദൈവത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താ? ബാക്കി കാര്യം എൻ്റെ ദൈവം നോക്കിക്കോളും. എനിക്കൊരു പ്രശ്നം വന്നാൽ ദൈവം നോക്കിക്കോളും. അതേപോലെ നമുക്കുള്ള എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തേക്ക് വരുമ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. സാധാരണ സമയത്ത് എല്ലാം നമ്മളെ തന്നെ നമ്മളെ ശക്തിയെ ആശ്രയിച്ച് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പറ്റില്ല. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും നാട്ടിൽ പോകണം, ദൈവത്തോട് ചോദിക്കണം. ആശ്രയിച്ച് നിൽക്കുന്നവരെല്ലാം ചോദിക്കണം, ഞാൻ ഇന്ന് പോകണം, നാളെ പോകണം. പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ബസ്സിൽ പോകണം, ട്രെയിനിൽ പോകണം, കാറിൽ പോകണം. ചോദിക്കും, ദൈവം പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ ട്രെയിനിലാണ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു വിമിഷ്ടം തോന്നിക്കും. എന്നാൽ കാറിൽ പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ സന്തോഷം തോന്നിക്കും. അതാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവഹിതം എങ്ങനെയാണ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിക്കും. അത് ദൈവം സംസാരിക്കും. അതിന് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. എല്ലാ കാര്യവും ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു തീരുമാനവും എടുക്കരുത്. അത് പ്രത്യേകിച്ച് പാവം ചെയ്യുന്ന തീരുമാനമാണ്, ദൈവവചനത്തിന് എതിരാണെങ്കിൽ അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളുടെ ശക്തിക്ക് സാധിക്കും. നമുക്ക് കുറേ ചിലപ്പോൾ പണമുണ്ട്, ഇല്ല
പ്രശസ്തിയുണ്ട്, ആൾക്കാരെ പരിചയമുണ്ട്, എല്ലാവരെയും ഉണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കുക. അമ്മ ചെയ്യരുത്. വീട് വാങ്ങിക്കാനുള്ള കാശെല്ലാം നമ്മളെ കയ്യിൽ നിറച്ചുണ്ടാവും, നമ്മളെ കയ്യിലുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞാൽ ആ കൊള്ളാമല്ലോ, പുറമേ ഇരുന്ന് കണ്ടിട്ട് ഇത് കൊള്ളാം, ഈ വീട് കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കരുത്. അവിടെ മക്കളുടെ കയ്യിൽ എൻ്റെ മോൻ്റെ കയ്യിൽ അവൻ്റെ അക്കൗണ്ടിൽ കാശ് കിടപ്പുണ്ട്, അവനേക്ക് ഞാൻ പൈസയും കൊടുത്തു വിടും. പക്ഷെ ഒരു ചെറിയ കാര്യം വാങ്ങിക്കണമെങ്കിൽ അവൻ കോളേജിൽ നിന്ന് വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു സാധനമുണ്ട്, കാറിന് പറ്റിയതാണ്, ഇത് വാങ്ങിക്കണോ വേണ്ടയാ? പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവം എത്ര വലിയവനാ. പ്രൈസ് ദി ലോർഡ്. കുറേ ദിവസം ഇങ്ങനെ ചോദിക്കണം. ഇത് ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഇത് ക്ലമൻ്റ് ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ സഹായിക്കുന്ന ആളാണ്, കോയമ്പത്തൂർ. അപ്പോൾ ഇവർ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരു 10 ഏക്കറിലാണ് അവിടെ ധ്യാനകേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്, കോയമ്പത്തൂർ കൃപാസന മിഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളവൻ കുറച്ച് ദിവസമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. കുറേ നോട്ടീസ് അയക്കും അവിടുത്തെ തഹസിൽദാരും കളക്ടറിനും, ഇവർക്കൊക്കെ നോട്ടീസ് അയച്ച് ആ ഓഫീസേഴ്സ് തന്നെ എന്നെ വിളിച്ചിട്ട് പറയും, ഈ പ്രശ്നം നിങ്ങൾ വിചാരിച്ചാൽ സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? ദൈവം എനിക്ക് പണം തന്നിട്ടുണ്ട്, കോൺടാക്ട്സ് തന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പൂട്ടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് സാധിക്കും, അത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഞാനും ആദ്യം വിചാരിച്ച് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ എനിക്ക് വന്ന വചനം ഏതാണെന്ന് വെച്ചാൽ പുറപ്പാട് 14:14 നീ മിണ്ടാതിരിക്കുക, നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് ആശ്രയം. പക്ഷേ എനിക്ക് ഒരു ഫോൺ കോൾ മതി, ഒരാളെ വിളിച്ച് പറഞ്ഞാൽ, ഇല്ല ഒന്ന് ഒരു ലെറ്റർ എഴുതിയാൽ മതി, ഒരു കംപ്ലൈൻറ്റ് അയാൾക്ക് എതിരെ എഴുതിയാൽ മതി, എനിക്ക് പ്രൂഫ് എല്ലാം സാധിക്കും. എന്നെ സഹായിക്കാൻ അത്ര ആൾക്കാരുണ്ട്. പക്ഷേ എഴുതുമ്പോൾ ഒരു വാക്കെങ്കിലും നുണയായി പോവും. എൻ്റെ ആസ്തിയിലും ദൈവം തന്നെ ആസ്തിയിലും എൻ്റെ കോണ്ടാക്ട്സ് അതും ദൈവം തന്നതിൽ ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴത്തേക്ക് അവിടെ ദൈവം അവിടെ എവിടെയാണ് ആരാധന തന്നെ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണ് മത്തായി 5:11 എന്നെ പ്രതി നീ സഹിക്കുമ്പോൾ നീ ഭാഗ്യവാനാ. അപ്പോൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിനെ തെറ്റാതെ നടക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നമുണ്ടല്ലേ, കുറച്ച് താമസിക്കും. അയാളിപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ലെറ്റർ അയച്ച് ഞാൻ അവരെനിക്ക് നോട്ടീസ് അയക്കേണ്ടി വരും, ഞാൻ അതിന് റിപ്ലൈ അയക്കണം, അവർ വന്ന് അളക്കും, സ്ഥലം അളക്കും, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് പ്രശ്നമാണ്. എപ്പോഴും ഞാൻ ഓഫീസിൽ പോയി നിൽക്കണം, അവിടെ കളക്ടർ ഓഫീസിൽ പോയി നിൽക്കേണ്ടി വരും, അവിടെ ഒരു ദിവസം വേസ്റ്റ് ആക്കണം, ഈ റിപ്ലൈ കൊടുക്കാനും പോകണം. അപ്പോൾ അയാളെ പ്രതിയാക്കാൻ പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ കാശ് ചോദിച്ചുകൊണ്ടാണ്. അയാൾ കാശ് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ പ്രൂഫും ഉണ്ട്. അയാൾ കാശ് ചോദിച്ചെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടും ചെയ്യാതിരിക്കുന്നത് ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. ഞമ്മ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സഹിക്കാൻ വരുമല്ലോ. എന്നെ പ്രതി നീ അപഭാരം സഹിക്കുമ്പോഴും ആൾക്കാർ ഇല്ലാത്തതെല്ലാം നിന്നെക്കുറിച്ച് പറയുമ്പോഴും 5:11 പറയണം, നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുക. നമുക്ക് ചിലപ്പോൾ എല്ലാം സാധിക്കും, എന്നാലും എൻ്റെ ദൈവം പറയട്ടെ, എൻ്റെ മകൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കട്ടെ. എൻ്റെ മകൾക്ക് ചെക്കനെ ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. വരട്ടെ, വരും. അപ്പോൾ ദൈവത്തോട് പറയണം, നാളെ പറയാം, മറ്റന്നാൾ പറയാം, 3 കുർബാന കൂടിയിട്ട് ഞാൻ പറയാം. അപ്പം തീരുമാനം പറയണം, ഈശോടുത്ത് പറയണം, ഈശോയെ നീ അയച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നീ പറ, നീ സംസാരിക്കും. ദൈവം സംസാരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിനെ ക്ഷമിക്കുക. അത് എവിടെ നിന്നാ? നീ കയ്യിൽ നിന്ന് എടുത്തിട്ട് ക്ഷമിക്കേണ്ട. 1000 കിലോ ദൈവം തന്നിട്ടുണ്ടല്ലോ, അതിലൊരു 10 കിലോ എടുത്തെടുത്തു, ബാക്കി 990 കിലോ നിൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, അത് കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്ത് ക്ഷമിക്കുക, എല്ലാവരും ക്ഷമിക്കുക. അതിനു വേണ്ടിയാണ് ദൈവം തന്നിരിക്കണം, നിനക്ക് ക്ഷമ തന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ തൊട്ട് അനുഗ്രഹിക്കണമേ അമ്മ. ഞങ്ങളുടെ ഹൃദയത്തിൽ തൊടണേ.
ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം തന്നെ ഈ നിമിഷത്തിൽ ഞങ്ങളെ വെറുപ്പിൻ്റെ കാരണം, ദേഷ്യം, ആ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഓർമ്മിപ്പിച്ച് തന്നെ. എന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു ബോധ്യം തന്നെ, അമ്മ ദൈവം, ഈശോ, നിൻ്റെ മകൻ ഞങ്ങളെ ക്ഷമിച്ചിരിക്കുക. ആ ക്ഷമയിലിരുന്ന് ഒരു തുള്ളിയെടുത്ത് ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള അനുഗ്രഹം തന്നെ, അനുദപിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരുന്ന അമ്മ.